Hi dear students, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വൺ ഷോട്ടിൽ എടുത്തരാണ്. സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സിൽ ചോദിക്കാറുള്ള ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ വേരിയൻസ് കണ്ടുപിടിക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കുക. പക്ഷേ എനിക്ക് ഈ വർഷം തോന്നുകയാണ് മേ ബി ഈ വർഷം മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിനെ ആയിരിക്കാൻ ചോദിക്കുന്നത്. അതൊരു വലിയ ക്വസ്റ്റനാണ്, 6 മാർക്കിൻ്റെ സിംഗിൾ ക്വസ്റ്റനാണ്. ഇതിന് 6 മാർക്ക് ഈ ക്വസ്റ്റൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ നിങ്ങൾക്ക് എടുത്തു തരികയാണ്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പഠിച്ചോണം. അല്ലെങ്കിൽ ഒരു പാർട്ടും കൂടെ ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ, 10-15 മിനിറ്റ് ഉള്ളത് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ചാപ്റ്ററിൻ്റെ ലിങ്ക് അപ്ലോഡ് ചെയ്തേക്കാം. അതിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ലിങ്ക് കൂടെ ഉണ്ട്. അതും കൂടെ പഠിച്ചോണം. വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാനും കൂടെ പഠിച്ചോണം. അതല്ലെങ്കിൽ ഇതായിരിക്കും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷുവർ ക്വസ്റ്റൻ ആണ്. ഇത് കുറച്ച് ടഫാണ്, ഒന്ന് പഠിച്ചു. ടഫല്ല, നിങ്ങൾക്ക് അറിഞ്ഞൂടായിരിക്കും, അറിയാൻ കുഴപ്പമില്ല. അറിഞ്ഞുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോണം, വളരെ ഇമ്പോർട്ടൻ്റ്. മീഡിയൻ 3 രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്ന് ഫ്രീക്വൻസി ഉള്ള ഡിസ്ട്രിബ്യൂഷൻ, ഫ്രീക്വൻസി ഇല്ലാത്ത ഡിസ്ട്രിബ്യൂഷൻ. ആ രണ്ടും നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇത് ക്ലാസ്സും ഫ്രീക്വൻസിയും വന്നാൽ മീഡിയൻ ഈ ഒരു പ്രത്യേക ഫോർമുല വെച്ചോണം കണ്ടുപിടിക്കും. ഇപ്പം ഞാൻ പഠിപ്പിക്കും. ഓക്കെ, മീഡിയൻ ഈക്വൽ ടു L + n/2 - C/F × H എന്ന് പറഞ്ഞ ഫോർമുല യൂസ് ചെയ്തോണം മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി. ഞാൻ അതെങ്ങനെയെന്ന് പഠിപ്പിക്കും നിങ്ങൾ. ഓക്കെ, ഫസ്റ്റ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ. എന്താണ് കുട്ടികളെ മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ? മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഒബ്സർവേഷന് ഇപ്പം മീൻ ഡീവിയേഷൻ എബൌട്ട് ആരാണ്? മീഡിയൻ. എങ്കിൽ മീഡിയനിൽ നിന്ന് ഒബ്സർവേഷന് മൈനസ് ചെയ്യുക. എക്സ് എന്ന് പറഞ്ഞ ഒബ്സർവേഷൻസ്, ഓരോ ഒബ്സർവേഷനെ മീഡിയനിൽ നിന്ന് മൈനസ് ചെയ്യുക, അതിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുക, അതിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ സം എടുക്കുക, അതിനെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഫ്രീക്വൻസിയുടെ സം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ കിട്ടും. ഇനി മീൻ ഡീവിയേഷൻ എബൌട്ട് മീനാണ് ക്വസ്റ്റ്യൻ. ഇത് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ. ഇതെന്ന് പറഞ്ഞാൽ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ. എം എന്ന് പറഞ്ഞാൽ മീഡിയൻ, എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ. എങ്കിൽ അതിൻ്റെ ഫോർമുല ഇത് തന്നെയാണ്. എന്താ, ഓരോ ഒബ്സർവേഷനെയും മീനിൽ നിന്ന് മൈനസ് ചെയ്യുക. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ആരാണ് കുട്ടികളെ? മീനിനെ വിളിക്കുന്ന ലെറ്റർ ആണ് എക്സ് ബാർ. ഓരോ ഒബ്സർവേഷൻ, എക്സ് എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ, ഓരോ നമ്പർ. ഈ ക്ലാസ് ഇല്ലേടാ, ഇതിന്റെ മിഡ് വാല്യൂ ആണ് എക്സ് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കും കേട്ടോ. എന്നിട്ട് അതിന്റെ മോഡുലസ് വാല്യൂ എടുക്കുക, അതിന്റെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ സം എടുക്കുക, അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഇതാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനാണ് ചോദിച്ചിരിക്കുന്നത്. മീൻ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം, മീഡിയൻ ചിലപ്പം ചോദിച്ചാൽ എങ്ങനെയാണെന്നാണ് സാറിപ്പം പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റൻ ഇതാണ്. ഇതിനെ നിങ്ങൾ അത് 2 കോളം ആയിട്ട് ക്ലാസ്സും ഫ്രീക്വൻസി എടുത്ത് എഴുതുക. ഞാൻ സമയത്തിന് വേണ്ടി എഴുതിയിട്ടുണ്ട്, ക്ലാസ് ഫ്രീക്വൻസി എടുത്ത് എഴുതുക. മീഡിയം കണ്ടുപിടിക്കാൻ വേണ്ടി പുതിയൊരു കോളം നിങ്ങൾക്ക് വേണം. കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് വിളിക്കും. CF ആരാണ്? CF കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് വിളിക്കും. കുമുലേറ്റീവ് ഫ്രീക്വൻസി CF എന്ന് പറഞ്ഞാൽ ആരാണ്? കുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് വിളിക്കും. ക്ലിയർ? അപ്പോൾ കുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കുന്നത് എൻ്റെ പിള്ളേർക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറഞ്ഞുതരാം. കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ ഫ്രീക്വൻസി അതേപോലെ എടുത്ത് എഴുതുക, 6. എന്നിട്ട് ദൈവന്മാരെ പരസ്പരം ആഡ് ചെയ്യടാ. 6 7 എത്ര കുട്ടികളെ? 13. ഇനി ഇങ്ങനെ ക്രോസ് ചെയ്യും. 13 15 28, 28 16 44, 44 4 48, 48 2 50. ഇങ്ങനെ ആഡ് ചെയ്യുക. ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? കുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടുന്നത്. സംശയമുണ്ടോ? ക്ലിയർ ആണേ? ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ന് പറഞ്ഞാൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്ലിയർ ആണേ? സംശയമുണ്ടോ? ഇങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയും. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി. 2 കോളം കൂടെ നിങ്ങൾക്ക് വേണം. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇപ്പം ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആരെന്ന് പറഞ്ഞാൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്ലിയർ ആണേ? ക്ലിയർ? അപ്പോൾ കുമുലേറ്റീവ് ഫ്രീക്വൻസി മനസ്സിലായി. ആദ്യത്തെ ഫ്രീക്വൻസി അതേപോലെ എടുത്ത് എഴുതുക, ആഡ് ചെയ്യുക, 28 16 44, 44 4 48, 48 2 50. അപ്പൊ കുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്താൽ മനസ്സിലായേ. ഇനി അടുത്ത കുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? മീഡിയൻ ക്ലാസ്. ആരാണ് മീഡിയൻ ക്ലാസ് എന്ന് കണ്ടുപിടിക്കണം. മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് n വേണം. n എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ സം, ഇത്രയും ആൾക്കാരുടെ സം. n എന്ന് പറഞ്ഞാൽ ആരാണ് കുട്ടികളെ? n. വാട്ട് ഈസ് n? n എന്ന് പറഞ്ഞാൽ ആരാ? n എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫ്രീക്വൻസി, ഫ്രീക്വൻസിയുടെ സം ആണ് n. ഇത്രയും ആൾക്കാരുടെ സം ഇത്രയും കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 50 എന്ന് കിട്ടും. ഇത് തന്നെ നിങ്ങൾ ഇവിടെ കൂട്ടി എഴുതിയിരിക്കുന്ന ഇത്രയും കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് 50 50 എന്ന് കിട്ടും. ഓക്കെ, 50 എത്രന്ന് കിട്ടി? 50 എന്ന് കിട്ടി. ക്ലിയർ? സംശയമുണ്ടോ? അപ്പോൾ ഫ്രീക്വൻസി 50. നിങ്ങൾ എന്നിട്ട് n/2 കണ്ടുപിടിക്കുക. എന്ത് ചെയ്യുക? n/2 കണ്ടുപിടിക്കുന്ന 25. മീഡിയം ക്ലാസ് കണ്ടുപിടിക്കാൻ സാർ പറഞ്ഞു തരാണ്. മീഡിയം ക്ലാസ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? ആദ്യം n/2 കണ്ടുപിടിക്കുക. എന്ത് കണ്ടുപിടിക്കുക? n/2.
അപ്പൊ 25. ഇനി 25ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ടോ നോക്കുക. കുമുലേറ്റീവ് ഫ്രീക്വൻസി 25 ഉണ്ടോ നോക്കുക. 25 ഉണ്ടോ? ഇല്ല. എങ്കിൽ 25നേക്കാളും വലുത് ചെറുത് 24 ഉണ്ടെങ്കിലും എടുക്കരുത്. 25നേക്കാൾ തൊട്ട് അടുത്ത കുമുലേറ്റീവ് ഫ്രീക്വൻസി ആരെന്ന് നോക്കുക. 25 കഴിഞ്ഞ് വരുന്ന കുമുലേറ്റീവ് ഫ്രീക്വൻസി ആരാണ് കുട്ടികളെ? 28. ആരാണ്? 28. അപ്പൊ കുമുലേറ്റീവ് ഫ്രീക്വൻസി 25ന് ശേഷം വരുന്ന ആരെന്ന് നോക്കുക. ആരാണ്? 28. അയാൾ അങ്ങ് നിങ്ങൾ എടുക്കുക. ഓക്കെ, കുമുലേറ്റീവ് ഫ്രീക്വൻസി 28 എടുക്കുക. ക്ലിയർ? സംശയമുണ്ടോ? കുമുലേറ്റീവ് ഫ്രീക്വൻസി ആരെ എടുക്കുക? 28 എടുക്കുക. ക്ലിയർ ആണേ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അപ്പൊ 28ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആ 28 കറസ്പോണ്ടിങ് ആയിട്ട് ക്ലാസ്സിന് ഇങ്ങനെ മാർക്ക് ചെയ്യുക. 28ന് ആ ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. 28 ഈ 28 ഈ ക്ലാസ്സിന് നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ഓക്കെ, ആ ക്ലാസ്സിനെ വിളിക്കുന്ന പേരാണ് മീഡിയൻ ക്ലാസ്. ഈ ക്ലാസ്സിനെ വിളിക്കുന്ന പേരാണ് മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി 25 ഉണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ തൊട്ടടുത്ത കുമുലേറ്റീവ് ഫ്രീക്വൻസി 28. അതിന്റെ കറസ്പോണ്ടിങ് ക്ലാസ്സിനെ വിളിക്കുന്നവരാണ് മീഡിയൻ ക്ലാസ്. എന്തിനാ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞ? മീഡിയൻ ക്ലാസ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാൻ പറ്റൂ. കാരണം മീഡിയൻ ഇങ്ങനെ ക്ലാസും ഫ്രീക്വൻസി ഉണ്ട്, ഇങ്ങനെ 0 to 10, 10 to 20 അതും ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ മീഡിയൻ ക്ലാസ് മീഡിയൻ കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് L + n/2 - c/f × h. അതെങ്ങനെ കണ്ടുപിടിക്കും പറ? ആരാ M? ആരാ L എന്ന് പറഞ്ഞാൽ? ഇയാളാണ് L. മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ് L. അപ്പൊ L എന്ന് പറഞ്ഞാൽ ആരാ? 20. അപ്പൊ L എന്ന് പറഞ്ഞാൽ ആരാ? L = 20. N എന്ന് പറഞ്ഞാൽ 50. ആരാ? C എന്ന് പറഞ്ഞാൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി ജസ്റ്റ് എബോവ് ദി മീഡിയൻ ക്ലാസ്. ഇയാളാണ് C. ഇയാളാണ് C. മീഡിയൻ ക്ലാസിന്റെ കുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ മുകളിലുള്ള കുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് C. മനസ്സിലായോ? അപ്പൊ C ആരാ? 13. ഇനി F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ടു മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് F. അപ്പൊ F എത്ര? 15. ഇനി H എന്ന് പറഞ്ഞാൽ ആ മീഡിയൻ ക്ലാസിന്റെ ക്ലാസ് വിഡ്ത്ത് 20, 30 നമ്മളുടെ ഡിഫറൻസ് എത്ര? 10. ആ ക്ലാസ് വിഡ്ത്ത് ആണ് H. അപ്പൊ H എത്ര? 10. ഇത്രയും വാല്യൂസ് ഉണ്ട്. ഈ ഫോർമുലയിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. M = L. L എത്ര? 20 + n/2. n എന്ന് പറഞ്ഞാൽ 50. 50/2 - C 13/f എത്ര? 15 × 10. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യം 25 - 13 ചെയ്യുക. അതിൽ നിന്ന് 15 ഡിവൈഡ് ചെയ്യുക. അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിൽ നിന്ന് 20 ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് 28 എന്ന് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ ചെയ്യുന്നില്ല, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ക്ലിയർ? സംശയമുണ്ടോ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? അത് കഴിഞ്ഞ് നിങ്ങൾക്ക് 2 കോളം വേണം. ഒരു കോളം കൊണ്ട് വേണം കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു 3 കോളവും കൂടെ ആവശ്യമുണ്ട്. ഓക്കെ, 3 കോളം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കോളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു 3 കോളം ആവശ്യമുണ്ട്. ഓക്കെ, ഒരു കോളം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, മിഡ് വാല്യൂ അതിനെ X എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലാസ് ഇന്റർവൽ ഇല്ലേടാ, അവിടെ എല്ലാം മിഡ് വാല്യൂ എടുക്കുക. ക്ലാസ് ഇന്റർവലിന്റെ ഒക്കെ എന്തെടുക്കുക? മിഡ് വാല്യൂ എടുക്കുക. 0 to 10 പകുതി എത്ര കുട്ടികളെ? 5. എല്ലാ കുട്ടികൾക്കും മിഡ് വാല്യൂ എടുക്കുക അറിയാം. ഇതിന്റെ പകുതി 10 to 20. മിഡ് വാല്യൂ എടുക്കുന്നത് എങ്ങനെയാ? അപ്പൊ 10 to 20, 10 + 20/2. രണ്ടും കൂടെ ആഡ് ചെയ്യുക, രണ്ടും ഡിവൈഡ് ചെയ്യുക. അപ്പം 30/2 15. അല്ലെങ്കിൽ തന്നെ 10ന് 20ന്റെ ഇടയിലുള്ള നമ്പർ 15, 20ന് 30ന്റെ ഇടയിലുള്ള നമ്പർ 25. അങ്ങനെ എടുത്താലും മതി. ഇനി 30, 40, 35, 40, 50, 45, 50, 60, 55. അപ്പൊ മിഡ് വാല്യൂ എടുക്കുക എല്ലാവർക്കും അറിയാലോ. ഇതിനെ വിളിക്കുന്നവരാണ് X വാല്യൂസ്. അപ്പൊ നമുക്ക് മീഡിയൻ എത്രാന്ന് കിട്ടി? 28 കിട്ടിയില്ലേ? ഇനി കിട്ടിയ എല്ലാ X വാല്യൂസ് നമ്മളെ മീഡിയൻ കണ്ടുപിടി മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കുന്ന ഫോർമുല 1/n × സമ്മേഷൻ F × x - m എന്ന ഫോർമുല. ഇതാണ് ഫോർമുല. അപ്പൊ നമുക്ക് ഇനി ആര് വേണം? ഈ ഒരു ടേം നിങ്ങൾ കണ്ടുപിടിക്കണം. ആ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി ഒറ്റയടിക്ക് നമുക്ക് ആ ടേം ചെയ്യാം. ഓക്കെ, നിങ്ങൾ നമുക്ക് ഒരു കോളത്തിന്റെ ആവശ്യമേ ഉള്ളൂ. സാർ ഒറ്റയടിക്ക് ചെയ്യാൻ പറഞ്ഞുതരും കേട്ടോ. നമുക്ക് ഒറ്റ കോളത്തിന്റെ ആവശ്യം മതി, ഒരു കോളം മതി. ഓക്കെ, ഒറ്റയടിക്ക് ചെയ്ത് പഠിക്കുകയല്ല. ഓക്കെ, നമുക്കിനി ചെയ്യേണ്ടത് F × mod (x - m) എന്ന് പറഞ്ഞാൽ നിങ്ങൾ X-ന്ന് M കുറയ്ക്കുക, മീഡിയം കുറയ്ക്കുക, കിട്ടുന്നവന് F കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് F എന്ന് പറഞ്ഞാൽ ആരാണ്? 6 × mod (x) ആരാ? 5 - 28. അത് വേണം ഇവിടെ ചെയ്യാൻ. ആദ്യം കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താൽ മതി. 5 - 28
-23 കിട്ടും. മോഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം പോസിറ്റീവ്, അതിനെ അപ്പം തന്നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു 6. അപ്പം എത്ര? -138. നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് എഴുതുക. കാരണം മോഡ് ആണെങ്കിൽ എന്താണ്? പോസിറ്റീവ് വാല്യൂ ആണ് മോഡ് എന്ന് പറഞ്ഞാൽ. അപ്പം പോസിറ്റീവ് അതിൽ നെഗറ്റീവ് വന്നാൽ പോസിറ്റീവ് എടുത്താൽ മതി. കാൽക്കുലേറ്ററിൽ മോഡ് ഇടാൻ പറ്റൂല, നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് നിങ്ങൾ എടുത്താൽ മതി. അടുത്ത് വീണ്ടും പറ, അടുത്ത വാല്യൂ ആരാണ്? എക്സ്. അടുത്ത എക്സ് ആരാ? 15. 15 മൈനസ് എം എന്ന് പറഞ്ഞാൽ മീഡിയൻ ആറ് 28. 28 കുറച്ചു കിട്ടിയ ആൻസറിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു 7. അപ്പം നിങ്ങൾക്ക് 91 കിട്ടും. ഇങ്ങനെ എല്ലാം ചെയ്യുക. എല്ലാം എന്ത് ചെയ്യുക? അടുത്ത വാല്യൂ ആരാ? 25. 25 28 കുറയ്ക്കുക. കിട്ടുന്നവനെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഫ്രീക്വൻസി കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ പരസ്പരം മൾട്ടിപ്ലൈ എന്ത് ചെയ്യുക? എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങനെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് ഇവിടെ 45, 112, 68, 54 ഇത്രയും നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആണേ? സംശയമുണ്ടോ? ഇത്രയും വാല്യൂസ് കിട്ടും. ഡൗട്ട് ഉണ്ടോ? ഞാൻ പെട്ടെന്ന് ചെയ്തതാണേ. ഓക്കെ, സ്പീഡപ്പ് ആക്കാൻ വേണ്ടി ചെയ്ത. ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒറ്റയടിക്ക് ചെയ്ത് പഠിച്ചാൽ 2 സ്റ്റെപ്പ് ഇടണ്ട. കാരണം നിങ്ങൾക്ക് വേണ്ടത് ഈ ഫോർമുല മീൻ ഡീവിയേഷൻ ബോട്ട് മീൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ടേം ഒറ്റയടിക്ക് നിങ്ങൾ ചെയ്യുക. 2 സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം എക്സിന്ന് എന്ത് ചെയ്യുക? മീഡിയം കുറയ്ക്കുക, അതിന്റെ മോഡുലസ് വാല്യൂ എടുക്കുക. മോഡുലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. എന്നിട്ട് അതിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുക. ക്ലിയർ ആണേ? ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലായല്ലോ? എന്നിട്ട് ഇതിന്റെ അത്രയും സംഭരണ ഇത് അത്രയും 138, 91 എല്ലാം കാൽക്കുലേറ്ററിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എറൗണ്ട് എത്ര കിട്ടും കുട്ടികളെ? നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ 508 എന്ന് കിട്ടും. ഇതിന്റെ വാല്യൂ 508 എന്ന് കിട്ടും. ഇത്രയും നിങ്ങൾ ആഡ് ചെയ്യുക. ഇതാണ് ആരുടെ സം എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏതാണ്? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇയാളുടെ സം. ഇത്ര ആൾക്കാരുടെ സം എത്രാന്ന് കിട്ടി? സം ഓഫ് ഇത്ര എത്ര? 508 ഇൻറ്റു 1/n. എന്നിന്റെ വാല്യൂ ഓൾറെഡി നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചു 50. അപ്പൊ എത്ര? ഇൻറ്റു 1/50. ഡിവൈഡ് ചെയ്യാൻ 508നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് 10.16 എന്ന് കിട്ടും. ഇതാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണേ? മീഡിയനകത്തേയും കണ്ടുപിടിക്കുക. മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഫോർമുല യൂസ് ചെയ്യുക. എന്തുകൊണ്ട്? ക്ലാസ് വന്നുകൊണ്ട്. മീഡിയൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സിംപ്ലി എന്ത് ചെയ്യുക? f ഇൻറ്റു എക്സ് മൈനസ് എം. എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? മിഡ് വാല്യൂ. അത് നിങ്ങൾക്ക് അറിയാം. എടുത്ത് ചെയ്യുക, ആൻസർ കിട്ടുക. സംശയമുണ്ടോ? വേരിയൻസും ഇങ്ങനെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. മോഡിന് പോലെ ഇവിടെ സ്ക്വയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും കണ്ടുപിടിക്കുന്ന കോൺസെപ്റ്റ്. ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ വീഡിയോ ഉണ്ട്, അത് കണ്ട് പഠിക്കുക. ആ വീഡിയോ കാണുക, എഡിറ്റിൽ ആയിട്ട് എടുക്കുന്നുണ്ട്. അതൊരു 10-15 മിനിറ്റ് വീഡിയോ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ കൂടെ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഈ ക്വസ്റ്റ്യൻ ഈ വർഷം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം മീഡിയൻ കണ്ടുപിടിക്കുക, പിന്നെ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിന്റെ പകുതി അവനെ മീഡിയനിൽ നിന്ന് മൈനസ് ചെയ്യുക, ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, കിട്ടുന്ന വാല്യൂന്റെ പോസിറ്റീവ് എഴുതിയത് ഇവിടെ. എന്നിട്ട് എൻ്റെ സം എടുക്കുക, അതിനെ ആർക്കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ ഇത് സമ്മിനെ 1/1 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ സം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആൻസർ 10.16 ആണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. മനസ്സിലായോ? പിടികിട്ടിയോ? ക്ലിയർ ആണേ? അപ്പം ചിലപ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും ചോദിക്കാം എക്സാമിന്. ഈ ക്വസ്റ്റ്യൻ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ്. ക്ലിയർ ആണേ? ആർക്കും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇത് എക്സാമിന് വരും, പഠിച്ചോളുക. സ്റ്റാറ്റിസ്റ്റിക്സ് ഇമ്പോർട്ടന്റ് ആണ്. 6 മാർക്ക് പക്ക എല്ലാവർക്കും കിട്ടും. പഠിച്ചോളുക. ഒരു വീഡിയോ കൂടെ ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, വീണ്ടും പറയാണ്. ഡിസ്ക്രിപ്ഷനിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിന്റെ ലിങ്ക് കാണും. അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്റർ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഉറപ്പായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ പഠിച്ചിരിക്കണം, ആ വീഡിയോ കണ്ടിരിക്കണം. അതല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് കിട്ടിയിരിക്കും. പക്ക 6 മാർക്ക് ഷുവർ. ഓക്കെ, പഠിക്കുമല്ലോ? ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും.